ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങി. അമ്പലപ്പുഴയ്ക്ക് പിന്നാലെ ആലങ്ങാട് സംഘവും തിടമ്പുമായി പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, അമ്പലപ്പുഴ സംഘം തുള്ളി, ഇപ്പോൾ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കുന്നു. വിവരങ്ങൾ. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ് ഇപ്പോൾ പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, വാദ്യമേള വൃക്ഷങ്ങളുടെ അകമ്പടിയോടുകൂടി പേട്ടതുള്ളി ഈ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ ആലങ്ങാട് സംഘത്തിന്റെ മുതിർന്നവരുണ്ട്, അതായത് ഈ ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ കിടപ്പുമായി ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരെ പോകുന്നത് എരുമേലി ക്ഷേത്രത്തിന് മുന്നിലേക്കാണ്. നേരത്തെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ നടന്നിരുന്നു. 11 മണിയോടുകൂടിയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ നടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലങ്ങാട് സംഘവും പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുന്നത്. എരുമേലിയിൽ നിന്ന് മുഴുവൻ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാവിലെ മുഴുവൻ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴും അതേ തിരക്ക് അങ്ങനെ തുടരുകയാണ്. എന്തായാലും ഗതാഗത നിയന്ത്രണമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആലങ്ങാട് സംഘം, അതായത് ശബരിമല അയ്യപ്പന്റെ ായിട്ടുള്ള സംഘം, അത്തരത്തിൽ കണക്കാക്കപ്പെടുന്ന സംഘമാണ് ആലങ്ങാട്. അവരാണ് ഈ പേട്ട ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ സംഘത്തിൻ്റെത് നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ശുഭ്രവസ്ത്രധാരിയാണ്, വെള്ള വസ്ത്രം ഇട്ടുകൊണ്ടാണ് അവർ ഈ ഒരു പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നത്. നേരത്തെ അമ്പലപ്പുഴ സംഘം തന്നെ ചായം തേച്ച് ചരക്കോലുകളുമായൊക്കെ അങ്ങനെ തുള്ളി പോയിരുന്നു. എന്തായാലും നമ്മളോടൊപ്പം മിഥുനയ്യപ്പൻ കൂടെ സംബന്ധിച്ചിടത്തോളം പേട്ടതുള്ളൽ ദിനം, അതായത് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളൊക്കെ എത്തുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ്. അതായത് ഈ പേട്ടതുള്ളൽ എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. എരുമേലിയെ സംബന്ധിച്ചിടത്തോളം ഉത്സവത്തിൻ്റെതായ ദിനങ്ങൾ എന്ന് തന്നെ പറയാം. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഉത്സവാന്തരീക്ഷത്തിൽ തന്നെയാണ് എരുമേലി. ഭക്തിലഹരിയിൽ ആറാടുകയാണ് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. കാരണം രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ ആ ഒരു പേട്ടതുള്ളൽ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അതിമനോഹരം തന്നെയായിരുന്നു. വർണ്ണ പൊടികൾ തന്നെ വാരി വിതറിക്കൊണ്ട് ആ ഒരു രൗദ്രഭാവത്തിൽ അല്ലെങ്കിൽ ഒരു വീരഭാവത്തിൽ പേട്ടതുള്ളിയത്. കാരണം യുദ്ധം നേടിയതിന്റെ ആഹ്ലാദ പ്രകടനമാണ്. മഹിഷി അയ്യന്റെ ആഹ്ലാദ പ്രകടനമാണ് പേട്ടതുള്ളൽ എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ അത്യധികം ആഹ്ലാദത്തോടെ വർണ്ണ പൊടി തന്നെ അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളിയതെങ്കിൽ ഇപ്പോൾ ആലങ്ങാട്ട് സംഘം അവരുടെ രീതി അനുസരിച്ച് വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു, അതുപോലെ തന്നെ കളഭവും ഭസ്മവും ധരിച്ച് ആലങ്ങാട്ട് സംഘം തുള്ളുന്നത്. ഒരുപക്ഷെ വലിയ അമ്പലപ്പുഴ സംഘത്തിന്റെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ പുരോഗമിക്കുന്നു. അമ്പലപ്പുഴ സംഘം നേരത്തെ പേട്ടതുള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ആലങ്ങാട് സംഘവും തിടമ്പുമായി പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. തത്സമയ ദൃശ്യങ്ങൾ കാണാം.
ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ പുരോഗമിക്കുന്നു. തിടമ്പേന്തി പേട്ട ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് സംഘം. മിഥുൻ അയ്യപ്പൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ, സംഘം ഇപ്പോൾ പേട്ടതുള്ളി തുടങ്ങി പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു അല്ലേ? പേട്ട ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് 3:30 മണിയോടെ ഈ ആലങ്ങാട് സംഘം എത്തിയിരുന്നു. ആലങ്ങാട് സംഘം ഇപ്പോൾ ആചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അയ്യപ്പ ഗോളകയുമായാണ്. അത് വ്യത്യസ്തമുണ്ട്. അതായത് അമ്പലപ്പുഴ സംഘം തിടമ്പേറ്റിയുള്ള ഒരു എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പേട്ടതുള്ളലാണെങ്കിൽ ആലങ്ങോട് സംഘത്തിന്റെ അയ്യപ്പ ഗോളകയാണ്. അത്തരത്തിൽ അയ്യപ്പ ഗോളക വഹിച്ചുകൊണ്ടുള്ള ഒരു എഴുന്നള്ളിപ്പും പേട്ടതുള്ളലുമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ആചാരക്രമങ്ങളിലും അതുപോലെ തന്നെ പേട്ടതുള്ളലിന്റെ രീതികളിലെല്ലാം തന്നെ ഇരു സംഘങ്ങളും തമ്മിൽ സാമ്യ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ന് രാവിലെ പ്രേക്ഷകർ കണ്ടിട്ടുള്ള അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണെങ്കിൽ ഇത്തരത്തിൽ വർണ്ണപ്പൊടികളെല്ലാം തന്നെ വാരി വിതറിക്കൊണ്ടും അത്തരത്തിലുള്ള വലിയ ഒരു വീരരസത്തിലൂടെയുള്ള വീരഭാവത്തിലൂടെയുള്ള രൗദ്രഭാവത്തോടെയുള്ള ഒരു പേട്ടതുള്ളലാണെങ്കിൽ ഇപ്പോൾ ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള ആലങ്ങോട്ട് സംഘം, ഈ ആലങ്ങോട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ എന്ന് പറയുന്നത് വേഷവിധാനത്തിലും ആചാരക്രമത്തിലും എല്ലാം തന്നെ മാറ്റങ്ങളുണ്ട്. ഈ വേഷവിധാനത്തിൽ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഈ ആലങ്ങോട്ട് സംഘം പേട്ട തുള്ളുന്നത്. ഒപ്പം തന്നെ തിടമ്പിന് പകരം അയ്യപ്പൻ ഗോളകയും മേന്തിക്കൊണ്ടാണ് നടത്തുന്നത്. മാത്രമല്ല അമ്പലപ്പുഴ സംഘം പേട്ട ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പേട്ട തുള്ളുന്നതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് എരുമേലി വാവൂര് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ ആലങ്ങോട്ട് സംഘം എരുമേലി വാവൂര് പള്ളിയിൽ പ്രവേശിക്കാതെ നേരിട്ട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, അതായത് വലിയമ്പലം എന്നറിയപ്പെടുന്ന എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പേട്ടതുള്ളി പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമാണ് എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കുള്ളത്, അതായത് വലിയമ്പലത്തിലേക്കുള്ളത്. അവിടത്തേക്ക് ഈ പേട്ട സംഘം നടന്നു നീങ്ങുക, പേട്ടതുള്ളി നീങ്ങുക എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ ആലങ്ങോട് സംഘത്തിന്റെ ഒരു ആചാരക്രമം എന്നുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രം തെളിയുന്ന മാത്രയിൽ ഇവർ എരുമേലി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും അത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് അവിടെ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് സ്നാനം പൂർത്തിയാക്കുന്നതോടെ പേട്ടതുള്ളൽ അവസാനിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വ്യത്യസ്ത ദേശക്കാർ അത് ആചാരപരമായി ഐതിഹ്യപരമായി ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള അമ്പലപ്പുഴ സംഘവും അതുപോലെ തന്നെ ആലങ്ങാട്ട് സംഘവുമാണ് ഇന്ന് പേട്ടതുള്ളുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവർ ഈ എരുമേലിയിൽ എത്തിച്ചേർന്നിരുന്നു. ഇവിടെ എരുമേലിയിലെ ക്ഷേത്രത്തിൽ ഇവർക്ക് ചില ഈ പരമ്പരാഗതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നിർവഹിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്രമിച്ചതിന് ശേഷം ഇവിടുത്തെ ആഴിപൂജ അടക്കമുള്ള പൂജകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇരു സംഘവും പരമ്പരാഗത പാതയിലൂടെ ശബരിമലയിലേക്ക് പുറപ്പെടും, പമ്പയിലേക്ക് പുറപ്പെടും. നാളെ പമ്പയിൽ മഹാസദ്യയും പമ്പാ വിളക്കും എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മകരവിളക്കിന് മുന്നോടിയായി ഇവർ ഈ ഇരു സംഘങ്ങളും ഇത്തരത്തിൽ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. 35 മാളികപ്പുറങ്ങൾ ഇത്തരത്തിൽ അമ്പലപ്പുഴ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ആലങ്ങാട് സംഘത്തിനും ഇത്തരത്തിൽ മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും മണികണ്ഠന്മാരും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ 500ഓളം പേരാണ് ഒരു സംഘത്തിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ആഘോഷ പ്രധാനം തന്നെയാണ് ഈ എരുമേലി പേട്ടതുള്ളൽ. നമുക്കറിയാം മഹിഷി വധവും മഹിഷി നിഗ്രഹത്തിലൂടെ അയ്യപ്പൻ ധർമ്മ സംസ്ഥാപനം നടത്തിയതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ പേട്ടതുള്ളൽ. അയ്യപ്പന്റെ സൈന്യത്തിന്റെ ആഹ്ലാദ പ്രകടനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഓർമ്മകളുടെ ധർമ്മ സംസ്ഥാപനത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് ഈ എരുമേലി പേട്ടതുള്ളലിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഒരു ഐക്യത്തിന്റെയും അതുപോലെ തന്നെ നീതിയുടെയും നീതി പുനഃസ്ഥാപിക്കുന്നതിന്റെയും എല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതീകമായി ഇന്നും ഈ എരുമേലി പേട്ടതുള്ളൽ ആചാരാനുഷ്ഠാന പ്രകാരം തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടും അവയെല്ലാം മനോഹരമായി പൂർത്തിയാക്കിക്കൊണ്ടും നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇരു സംഘങ്ങളും പേട്ടതുള്ളൽ പൂർത്തിയാക്കുന്നതോടുകൂടി എരുമേലിയിലെ പ്രധാനപ്പെട്ട
മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് പൂർത്തിയാവുകയാണ്. അതോടുകൂടി ഈ ഏതാണ്ട് ഇത്രയും ദിവസങ്ങളോളം ഏതാണ്ട് 3 മാസത്തോളം നീണ്ടു നിന്ന ഈ മണ്ഡല ശരി, ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളലാണ് ഇപ്പോൾ കണ്ടത്. അമ്പലപ്പുഴ സംഘം നേരത്തെ പേട്ട തുള്ളിയിരുന്നു. വിവരങ്ങളാണ് എം മനോജും മിഥുനയ്യപ്പനും നൽകിയത്.